ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. വേറെ ഒന്നല്ല, യൂട്യൂബ് ചാനൽ 3000 സബ്സ്ക്രൈബ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും ആവാൻ പറ്റൂലെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരാളാണ് കേട്ടോ. പക്ഷെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം. 3000 എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോടും കൂടി സന്തോഷം പങ്കിടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നീട് എന്താണ് പറയാ, ഇടയ്ക്ക് യൂട്യൂബ് ചാനല് നിർത്തിയിട്ട് പോകണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം കുറെ ബാഡ് കമന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടങ്ങ് മടിച്ചു പോയില്ലേ. പക്ഷെ എന്നിട്ട് ഞാൻ വിചാരിച്ചു നിർത്തണ്ട, മുന്നോട്ട് തന്നെ പോകണമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. 3000 എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, 3000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ തുടങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മടിച്ചിട്ട് നിർത്തിയിട്ട് പോവാന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ വിചാരിക്കും നിർത്തണ്ട, മുന്നോട്ട് തന്നെ പോവാന്ന്. അങ്ങനെയാണ് വീണ്ടും വീണ്ടും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇപ്പൊ തുടങ്ങിയ യൂട്യൂബ് ചാനലുള്ള കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മളെ മനസ്സ് എപ്പോഴും തളർന്നു പോകും കേട്ടോ. യൂട്യൂബിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തപ്പോ നമ്മളെ മനസ്സ് എപ്പോഴും തളർന്നു പോകും. പക്ഷെ നമ്മൾ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം കേട്ടോ. എത്ര വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇടാൻ നോക്കണം. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവാ കേട്ടോ. കാരണം എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ 3000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് വന്നിട്ട് പറയണത്. പിന്നീട് എന്താ പറയാ, എനിക്ക് പനിയാണ് കേട്ടോ. ഒട്ടും വയ്യ, പനിയായിട്ട് ഇരിക്കുക, തലവേദന പനി എല്ലാം ഉണ്ട്. പിന്നീട് എന്താ പറയാ, പനിയായിട്ട് ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. എനിക്കൊരു മോളുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ എത്ര പനിയാണെങ്കിലും അമ്മമാർക്കൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, കൊച്ചുങ്ങളെ നോക്കണ്ടേ. അപ്പൊ പനിയാണെങ്കിൽ പോലും കൊച്ചിനെ നോക്കണം. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരാൾ കാണിച്ചു തരാവേ. ഞാൻ കുരുത്തക്കേട് കാണിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. നിക്കുന്നതാണ് കേട്ടോ എന്റെ ചട്ടമ്പി കല്യാണി. പിന്നെ എത്ര വയ്യെങ്കിലും കിടക്കാനൊന്നും പറ്റത്തില്ല. അവളെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ മോള്. ഒരു 1.5-2 വയസ്സാവാറായിട്ടുണ്ട് കേട്ടോ. ചട്ടമ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യെങ്കിൽ പോലും ഒന്നും കിടക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാര്യത്തിന് വന്ന് വിളിച്ചോണ്ട് പോകും. ഇതൊക്കെയാണ് ഇപ്പൊ പണി. വയ്യാതെ ഒന്ന് വന്ന് കിടന്ന അപ്പൊ ഒന്ന് തലക്കിട്ട് അടിച്ചിരുന്നു കേട്ടോ. നിങ്ങളുടെയും മക്കൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. എനിക്കിപ്പോ നിങ്ങളോട് ഇത്രേ പറയാനായിട്ടുള്ളൂ കേട്ടോ. 3000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ഓടി വന്ന് പറഞ്ഞതാണ് നിങ്ങളോടും കൂടി. അപ്പൊ എനിക്ക് കമന്റ് ഇടുന്നതിന് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാരും ഇനിയും എന്റെ വീഡിയോസ് കാണാം കേട്ടോ. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. വലിയ യൂട്യൂബ് ചാനലൊന്നും അല്ല, എന്നാലും എല്ലാരെയും പോലെ ഒരു ആഗ്രഹത്തിന് വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. കുറെ നെഗറ്റീവ് കമന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സൊന്നും മടിക്കും. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെന്താ പറയാ, എല്ലാരും എന്റെ വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നീട് എന്താ പറയാ, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ഇത് കിട്ടുമെന്നൊരു ഇതുണ്ട് കേട്ടോ യൂട്യൂബിൽ. ഇതുവരെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആവുമ്പോ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാരും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നീട് എന്താ പറയാ, എല്ലാരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പനിയാണെന്ന്. പനിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല. ഇനി വൈകിട്ടൊന്ന് പോകണമെന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ടാറ്റാ.